മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയ്ക്കായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു. ആ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഇത് നിയമപരമായി നടന്ന ഇടപാടാണെന്നും ഇത് സംബന്ധിച്ച് ഈ കമ്പനിക്ക്, ആലുവയിലെ കമ്പനിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനി സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം ബോർഡ് അവർ പറയുന്നത് കേൾക്കാനുള്ള അനുവാദം കൊടുത്തില്ല. അവരെ കേൾക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു വിധി വന്നത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ബാംഗ്ലൂരിലെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. കാരണം ഇവർ തമ്മിൽ നിയമപരമായ ഒരു ഇടപാട് നടന്നതായിട്ടുള്ള ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഈ രണ്ട് കമ്പനികളും തമ്മിൽ സോഫ്റ്റ്വെയർ സർവീസ് ആലുവയിലെ കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള എക്സാലോജി കമ്പനിയുടെ വാദം ശരിവെക്കുന്നതിന് ആവശ്യമായ ഒരു രേഖയും കൊടുത്തിട്ടില്ല. രണ്ട് കമ്പനികളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ കൊടുത്തിട്ടില്ല. അവർ രണ്ടുപേരും തമ്മിൽ ഈ സർവീസ് നടത്തിയതിനെ സംബന്ധിച്ചുള്ള ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കറസ്പോണ്ടൻസും ഹാജരാക്കിയിട്ടില്ല. ഒരു രേഖയും കയ്യിലില്ല. മാത്രമല്ല ആലുവയിലെ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ, ആലുവയിലെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. ആ മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള സർവീസും ആലുവയിലെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ സർവീസ് ചെയ്യാതെയാണ്, അതായത് ഞങ്ങളുടെ ആരോപണം, നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം, ആലുവയിലെ കമ്പനിക്ക് ഒരു സർവീസും സോഫ്റ്റ്വെയർ സർവീസും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ പേരിലുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്കും 1,72,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. സേവനം ചെയ്യാതെ ചെയ്ത ആ എമൗണ്ട് അത് കൃത്യമാണ്. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 447 448 ബാധകമാണെന്ന്. അതായത് തെറ്റായ രേഖകൾ ഉപയോഗിച്ച് പ്രതിഫലം കൈപ്പറ്റി ഫ്രോഡ് നടത്തി, അതായത് സർവീസ് ചെയ്യാതെ പണം വാങ്ങിച്ചു. ഈ രണ്ട് കമ്പനീസ് ആക്ടിൻ്റെ 447 448 പ്രകാരമുള്ള കുറ്റമാണ് ഈ കമ്പനിയും കമ്പനിയുടെ ഉടമയും ചെയ്തിട്ടുള്ളത് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ആലുവയിലെ കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം. ആ കമ്പനിയിൽ നമ്മുടെ KSIDC കൂടി ഭാഗമാണ് ആ കമ്പനിയുടെ. അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിച്ചിട്ടില്ല മറ്റൊരു കമ്പനിയുമായിട്ടുള്ള ഡീൽ നടത്തിയത്. അത് സെക്ഷൻ 188 വയലേഷനാണ്. അതുമാത്രമല്ല ഈ മാസപ്പടി സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് താൽക്കാലികമായി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഈ കമ്പനിയുടെ ഉടമ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷയിലും ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെയും അതിൻ്റെ നിയമത്തിൻ്റെയും, അതായത് മണി ലോണ്ടറിങ് ആക്ടിൽ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിൻ്റെ ഫൈൻഡിങ്. അതാരാ അന്വേഷിക്കേണ്ടത്? മലയാള വിഷയം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് വിട്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിക്കുന്നു. അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിൻ്റെ ഭാഗമാണ്. ഇത് CBIയോ EDയോ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ 447 448 188 വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു. അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അവർ ശുപാർശ ചെയ്യുന്നു. അത് CBIയെ കൊണ്ടും EDയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമാണ്
യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ തീരുമാനം.